ഹായ് മക്കളെ, +1 മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 കുറച്ചുകൂടി എളുപ്പമാവും. അതാണ് കാര്യം, കേട്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ +1 മാത്സ് അല്ലെങ്കിൽ +1 +2 മാത്സിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് +1 മാത്സിൽ 14 ചാപ്റ്ററുകളാണുള്ളത്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 നിങ്ങൾക്ക് ബോർഡ് എക്സാം ഇല്ലാത്തത് കാരണം, അല്ലെ, നമുക്ക് CBSE ബോർഡ് എക്സാം +1 ഇല്ലാത്തത് കാരണം വളരെ കൂളായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടേ നമ്മൾ ഈ ചാപ്റ്ററുകൾ എടുക്കുകയുള്ളൂ. അപ്പൊ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, നമുക്കൊരു 14 ചാപ്റ്റേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. ഈ 14 ചാപ്റ്റേഴ്സിൽ ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടാകും. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് +2 ഫസ്റ്റ് ചാപ്റ്റർ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷന്റെ ബാക്കി. ആ ചാപ്റ്ററിന്റെ പേരും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് തന്നെയാണ്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഈ ട്രിഗ്നോമെട്രിയുടെ കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ചാപ്റ്റർ എന്ന് പറയാൻ പറ്റൂല. ഇതിന്റെ ബാക്കിയായിട്ട് ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി അവിടെ പഠിക്കുന്നുണ്ട്. അതല്ലാതെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ട്രിഗ്നോമെട്രി ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല, കേട്ടല്ലോ. അപ്പൊ ട്രിഗ്നോമെട്രി, പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലീനിയർ ഇനിക്വാലിറ്റിയും ഇവിടെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻസ്, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി, ഇവന്റെ ബാക്കി അവിടെ 3D എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് ഇവൻ. ഇനി വരയ്ക്കാൻ പോകുന്നവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടവൻ. അവന്റെ പേരാണ് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇവനെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു, ഇവന്റെ ബാക്കിയായിട്ട് +2 നമുക്കൊരു ചാപ്റ്റർ വരും, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരും. ഓക്കെ, ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ബാക്കിയാണ് +2 തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല, ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇതിന്റെ ബാക്കിയാണ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിന്റെ ബാക്കിയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിന്റെയും ബാക്കിയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതായത് +2 ഇത്രയും ചാപ്റ്ററുകൾ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ബാക്കി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇതിന്റെ ബാക്കി ഇന്റഗ്രൽസ്, ഇതിന്റെ ബാക്കി ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഇതിന്റെ ബാക്കി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് ഇവർ രണ്ടുപേരും ഡിഫറൻസിയേഷൻ ആണ്, ഇവർ രണ്ടുപേരും ഇന്റഗ്രേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും +2 കണ്ടിന്യൂസ് ആണ്, ഒരുമിച്ച് കിടക്കുന്ന ചാപ്റ്ററുകളാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കുന്ന ഒരു ചാപ്റ്റർ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ചാടിക്കയറി ഇന്റഗ്രൽസ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എവിടെ നിന്ന് വരണം? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ച്, അതിന്റെ ബാക്കി പഠിച്ച്, അതിന്റെ ബാക്കി പഠിച്ച്, അതിന്റെ ബാക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പൊ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന 5 ചാപ്റ്ററുകളുടെയും തുടക്കം എവിടെയാണ്? നമ്മുടെ ഈ കിടക്കുന്ന +1 ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്, കേട്ടല്ലോ. +2 ഈ 5 ചാപ്റ്ററുകളുടെയും കണ്ടിന്യൂസ് ആയി കിടക്കുന്ന ഈ 5 ചാപ്റ്ററുകളുടെയും തുടക്കം ഏതാണ്? ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ ഇവിടെ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട 4 ചാപ്റ്ററുകളാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് +1 മാർക്ക് മേടിക്കുക എന്നുള്ളതിനുപരിയായിട്ട് +2 ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് +2 മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ, കേട്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊന്നും ഉള്ളിൽ വെച്ചേക്കുക. ഏതൊക്കെ ചാപ്റ്ററുകളാണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ട്രിഗ്നോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. പിന്നെ ഇവനെ കൂടി പറയാം നമുക്ക് വേണമെങ്കിൽ. ആരെയാണ്? പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുടെ ബാക്കിയും നമുക്ക് അവിടെ ഒരു പ്രോബബിലിറ്റി പഠിക്കാനുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടവൻ ഇവനാണ്, ഇവനും ട്രിഗ്നോമെട്രിയും വിട്ട് കളയരുത്. ഇനി +1 ഏറ്റവും കൂടുതൽ നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കവരും കാര്യമായിട്ട് എടുക്കില്ല. ഈ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ ഇത്തിരി പ്രശ്നമാണ്, ട്രിഗ്നോമെട്രിയും ഇത്തിരി പ്രശ്നമാണ്. പിന്നെ മിക്കവരും പറയുന്നതാണ് ഈ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് പ്രശ്നമാണെന്ന്. അതെനിക്ക് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കും അത് വലിയ പ്രശ്നമാവില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാര്യം ഇതിന്റെ ബാക്കി അപ്പുറത്ത് കുറെ ചാപ്റ്ററുകൾ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കോണിക് സെക്ഷനും പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കാരണം അവന്മാരെയും പറയാം. അക്കിയൊക്കെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററുകളാണ്. ഇതും ബുദ്ധിമുട്ടാണെന്നല്ല, ഇവരെ കമ്പയർ ചെയ്യാൻ നേരത്തെ അവർ കുറച്ചുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായാലും ഈ ചാപ്റ്ററുകളുടെ ബാക്കി +2 ഉണ്ട്. അപ്പൊ മാർക്ക് ചെയ്ത ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിക്കുക.